സുപ്രധാന കണ്ടെത്തൽ നടത്തി ഇന്ത്യയുടെ ആദ്യ സൗര പര്യവേക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 സൂര്യനിൽ നിന്ന് വലിയ അളവിൽ പ്ലാസ്മയും സൗരവാതകങ്ങളും കാന്തിക ക്ഷേത്രങ്ങളും പുറന്തള്ളുന്നതിനെയാണ് കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് വിളിക്കുന്നത്. സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ബഹിരാകാശത്ത് പടരുന്ന CME-കൾ ഭൂമിയിലേക്കും സഞ്ചരിക്കുമെങ്കിലും ഭൂമിക്ക് കാന്തമണ്ഡലം ഉള്ളതിനാൽ ഇത്തരം സൗര കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് ഹാനികരമാകാറില്ല. എന്നാൽ CME-കൾ റേഡിയോ പ്രക്ഷേപണത്തിൽ പ്രശ്നങ്ങൾ, GPS അടക്കമുള്ള നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാർ, പവർ ഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ, സാറ്റലൈറ്റുകളിൽ തകരാർ എന്നിവയ്ക്ക് കാരണമാകാറുമുണ്ട്. ഈ പ്രശ്നങ്ങളെ മറികടക്കാനായി മുന്നൊരുക്കങ്ങൾ നടത്താൻ ISROയെ സഹായിക്കുന്നതാണ് ആദിത്യ L1ന്റെ ഇപ്പോഴത്തെ വലിയ കണ്ടെത്തൽ. സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ഭൂമിയിലേക്കടക്കം എത്താറുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകൾ ആരംഭിക്കുന്ന സമയം കൃത്യമായി കണക്കുകൂട്ടാനാകുമെന്ന കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. ISRO അയച്ച ആദിത്യ L1ന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു സൂര്യന്റെ പുറംപാളിയിൽ നിന്ന് ആവിർഭവിക്കുന്ന കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ CME കുറിച്ച് പഠിക്കുക എന്നത്. CME ആരംഭിക്കുന്ന കൃത്യമായ സമയം കണക്കുകൂട്ടാൻ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്ന ആദിത്യ L1ലെ 7 ശാസ്ത്രീയ ഉപകരണങ്ങളിലൊന്നായ ബെൽക്കാണ് രേഖപ്പെടുത്തിയത്. ചാർജിത കണങ്ങളായ CME-കൾ സെക്കൻഡിൽ 3000 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതും ട്രില്യൺ കണക്കിന് ഭാരമുള്ളവയുമാവാം. ഇവ ഭൂമിയിലേക്ക് അടക്കം നമ്മുടെ സൗരയൂഥത്തിലെ ഏത് ദിശയിലേക്കും സഞ്ചരിക്കാം. അതിശക്തമായ CME-കൾക്ക് വെറും 15 മണിക്കൂർ സമയം കൊണ്ട് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് 150 ദശലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചെത്താനാകും എന്നും ബെൽക്കിന്റെ ശില്പിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ അധ്യാപകനുമായ പ്രൊഫസർ R രമേശ് പറയുന്നു.